ഒരു ജീവിത കാലയളവിൽ അറിഞ്ഞും അറിയാതെയും നാം ചെയ്തു പോകുന്ന സർവ്വ പാപങ്ങൾക്കും പരിഹാരമാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്തുള്ള ശ്രീരാമനാഥസ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്ന വിശ്വാസം. രാമായണവുമായി ബന്ധപ്പെടുത്തി രണ്ട് ഐതിഹ്യങ്ങളാണ് പറഞ്ഞു കേൾക്കുന്നത്. ഒന്ന്, ശ്രീരാമൻ രാമരാവണ യുദ്ധത്തിന് പോകുന്നതിന് മുന്നേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു എന്നും ശ്രീരാമൻ രാമരാവണ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരവെ താൻ ചെയ്തു പോയ ബ്രഹ്മഹത്യയെക്കുറിച്ച് ഓർത്ത് പാപമോചനത്തിനായി ഇവിടെ ശിവലിംഗം പ്രതിഷ്ഠിച്ചു എന്നുമാണ് ഐതിഹ്യം. ശ്രീരാമൻ പ്രതിഷ്ഠിച്ച ശ്രീരാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് എത്തുന്ന എല്ലാ വിശ്വാസികൾക്കും അവിടെ എത്തിയാൽ എങ്ങനെ ഭഗവാനെ ദർശിക്കണം, എവിടെ താമസിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിലാക്കി തരുന്നതാണ് ഞങ്ങളുടെ ഈ യാത്രാ വീഡിയോ. അപ്പോൾ പോകാം നമുക്ക് രാമേശ്വരത്തേക്ക്. അപ്പോൾ നമുക്ക് ബാഗൊക്കെ എടുത്ത് വണ്ടിക്കകത്തോട്ട് വയ്ക്കാം. വാ, ഹൈസും വരി. അപ്പോൾ ഒരു യാത്ര പോവുകയാണേ. മോൻ വരണ തൽക്കാലം ഇന്നിപ്പോൾ യാത്ര മോൻ വരണ്ട കേട്ടാ. അപ്പോൾ നമുക്കൊരു യാത്ര പോവാം. ഇന്ത്യയുടെ തെക്കേ മുനമ്പത്ത്, തെക്കേ അറ്റത്തേക്കാണ് യാത്ര പോകുന്നത്. എവിടേക്കാണ് പോകുന്നത്? തെക്കേ ഇന്ത്യയിൽ പോകണം അല്ലേ? വണ്ടിക്കകത്തെല്ലാം വെച്ചിട്ടുണ്ട്, നമുക്ക് ഇറങ്ങാം. അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങി. നമ്മൾ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ് കേട്ടോ. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യത്തെ ടോൾ ഗേറ്റിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേ പോകണമെങ്കിൽ 150 രൂപയാണ് ടോൾ കൊടുക്കേണ്ടുന്നത്. പക്ഷേ നമുക്ക് ഈ സൈഡിൽ കൂടെ കയറി പോകാൻ പറ്റുമോ എന്ന് നോക്കാം. ഓക്കെ, നമുക്ക് തിരുവനന്തപുരത്ത് ഇവിടെ അടുത്തുള്ള വണ്ടികൾക്ക് ഇതിലേ ഇങ്ങനെ കയറി പോകാം കേട്ടോ. ഇതെന്താണ് സംഭവിച്ചാലേ, ഈ റോഡ് കംപ്ലീറ്റ് ആയിട്ട് പണി തീർന്നിട്ടില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടോളിന് ഏറ്റവും കൂടുതൽ പൈസ വാങ്ങുന്നത് എവിടെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു സൈഡ് കട്ട് ചെയ്ത് പോകുന്നതിന് 150 രൂപയും തിരിച്ച് ഇങ്ങോട്ട് വരണമെങ്കിൽ 75 രൂപയും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്പുറം, ഇതിന് തൊട്ടപ്പുറം കോവളമാണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തൊന്ന് കോവളത്തിൽ പോയിട്ട് തിരിച്ച് വരണമെങ്കിൽ 225 രൂപയാണ് ടോള്. അത് കൂടുതൽ തന്നെയാണ്. കാരണം റോഡ് പണി തീർന്നിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സമ്മതിക്കാം. അപ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് വന്നു. ഇപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിലുള്ള ട്രിവാൻഡ്രം രജിസ്ട്രേഷനുള്ള ഇതിന് തൊട്ടടുത്ത് താമസിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അങ്ങനെ പാസ് ചെയ്ത് പോകാം കേട്ടോ. ബാക്കിയുള്ളവർ വന്നു കഴിഞ്ഞാൽ അവർ ബ്ലോക്ക് ചെയ്ത് നിർത്തും, ആ പൈസ വാങ്ങും, നമ്പർ നോക്കിയിട്ട് അത് കടത്തി വിടുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. ബിൻഷ വ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ധനുഷ്കോടിയുടെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഒരിക്കൽ കൂടി നമ്മൾ പോയി ഒരു വീഡിയോ കൂടി ചെയ്യണം. ധനുഷ്കോടിയിലേക്ക് എങ്ങനെ പോകണം, അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കാം. എല്ലാവരും വായോ, നമുക്കൊരു അടിപൊളി യാത്ര പോയിട്ട് വരാം. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് നെയ്യാറ്റിങ്കര ആ ഉദിയംകുളങ്ങര ഭാഗത്ത് പോയിട്ട് ഒരു 3 സുഹൃത്തുക്കളെയും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അവരെ പിക്ക് ചെയ്ത് നമ്മൾ 4 പേരായിട്ടാണ് ഈ യാത്ര പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പൊ നമ്മൾ ആ ടോൾ ഗേറ്റ് കഴിഞ്ഞൊരു 2-2.5 കിലോമീറ്റർ മുന്നിലേക്ക് വരുമ്പോൾ ഒരു സിഗ്നൽ കൂടി വരും. ഒരു സിഗ്നൽ ഉണ്ട്, അത് കഴിഞ്ഞ് സെക്കൻഡ് സിഗ്നലാണ് കേട്ടോ. ഇവിടെ നിന്ന് ഈ റോഡ് റൈറ്റിലേക്ക് പോകുന്നതാണ് കോവളം ബീച്ചിൽ പോകുന്നത്. നമുക്ക് നേരെയാണ് പോവേണ്ടുന്നത്. നേരെ പോയിട്ട് നമുക്ക് കട്ട് ചെയ്ത് പോകണം. ഇതാ ഇവിടെ നിന്ന് ഈ റൈറ്റിലേക്ക് പോകുന്ന ആ റോഡാണ് കോവളം ബീച്ചിലേക്ക് പോകുന്നത്. അപ്പോൾ കോവളത്ത് പോകുന്ന ഒരു ബൈപ്പാസ് പിടിച്ച് നേരെ വരിക. ഇതിപ്പോൾ ഞാനിങ്ങനെ പറയാൻ കാരണം കേരളത്തിലുള്ള പല ഡിസ്ട്രിക്റ്റിലുള്ള ആൾക്കാരായിരിക്കും ഈ വീഡിയോ കാണുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മുടെ സഹയാത്രികർ 4 പേര് എത്തിയിരിക്കുകയാണ്. ഇത് വിഷ്ണു, ഇത് പ്രവീൺ, ഇങ്ങോട്ട് നോക്ക്, അത് ബാലമുരളി. അപ്പോൾ നമ്മൾ 4 പേരും കൂടെയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തേക്ക് പോകാൻ പോകുന്നത്. ഇത് നമ്മുടെ ബാലമുരളിയുടെ വീട്ടുകാരാണ് കേട്ടോ. അപ്പോൾ ബൈ ബൈ, പോയിട്ട് വരാം. ഇപ്പോൾ പ്രവീണെ വണ്ടി എടുക്കുക, നമ്മൾ ഡ്രൈവിങ് കൈമാറുകയാണ്, കീ കൈമാറുകയാണ്. വണ്ടി എടുത്തോളൂ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്നലെ നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ച് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ മുനമ്പായ ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ്. അതിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞാൽ രാമേശ്വരം ക്ഷേത്രം കാണുക എന്നുള്ളതാണ്. ഇന്നലെ രാത്രിയാണ് ഞങ്ങളിവിടെ എത്തിയത്, അതുകൊണ്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. എത്തിക്കഴിഞ്ഞിട്ട് നമുക്ക് 4 പേർക്കും കൂടെ കിടക്കാൻ പറ്റുന്ന റൂം വേണമായിരുന്നു. അങ്ങനെ ഒരാളിനെ പരിചയപ്പെട്ടു. പുള്ളി തരപ്പെടുത്തി തന്ന റൂമാണിത് കേട്ടോ. AC റൂമാണ്. 4 പേർക്കും കൂടെ ഒരു ദിവസത്തേക്ക് 1700 രൂപയാണ് ആയിരിക്കുന്നത്. ആ പുള്ളിക്കാരൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്, വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ രാമേശ്വരം ധനുഷ്കോടിയിലേക്ക് വരുമ്പോഴെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിനും നിങ്ങൾക്ക് ഇവിടെ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്.
എൻ്റെ കൂടെയുള്ള മറ്റവരൊക്കെ അമ്പലത്തിലേക്ക് രാവിലെ പോയിരിക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകണം. ഞാൻ ക്ഷേത്രത്തിലൊക്കെ പോയ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്, അത് ചാനലിൽ കിടപ്പുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ചുറ്റി നടന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. എല്ലാവരും പോയോ, നമുക്ക് പോയി കാഴ്ചകൾ കണ്ടിട്ട് വരാം. അത്യാവശ്യം നല്ല റൂമായിട്ട്. ഇതിൻ്റെ പുറകിൽ തന്നെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് പാർക്കിംഗ് ഉള്ള റൂം കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങിയിട്ട് പാർക്കിങ്ങിൽ പോയി വണ്ടിയിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുക്കണം, എന്നിട്ട് നടന്ന് അങ്ങോട്ട് പോകാം. അതേ നമ്മുടെ റൂമിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാ കേട്ടോ. അവിടെ ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ഒരു ക്യാരവാനൊക്കെ വന്ന് കിടക്കുന്നത്. കടൽ കാണുന്നുണ്ടോ? സീ ഫേസിംഗ് ആയിട്ടുള്ള റൂമാട്ടോ. 1700 രൂപയ്ക്ക് ഇത് വർക്ക്ഫുള്ളിയാണ്. നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. നമ്മൾ 2ാമത്തെ നിലയിലാണ് നമ്മൾ റൂം എടുത്തിരിക്കുന്നത്. ഇനി താഴോട്ട് പോവാം. മതി 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 മതി. ഇതാണ് കേട്ടോ നമ്മൾ താമസിച്ച റൂം. ഇതിന്റെ പുറകിൽ തന്നെയാണ് കാർ പാർക്കിംഗ് ഉള്ളത്. ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് വെളിയിലേക്ക് പോവാം. ഹോട്ടൽ റോയൽ റെസിഡൻസി അതാ കേട്ടോ റൂം. മാറിപ്പോരുതേ. നമ്മുടെ ആ അഗ്നിതീർത്ഥത്തിലേക്ക് പോകുന്ന വഴിയില്ലേ, അമ്പലത്തിനകത്ത് ക്ഷേത്രത്തിൽ, ആ റോഡിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് എത്തുകയാണ്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കല്ല, അതിലേക്ക് പോകുന്ന വഴിക്കകത്തേക്ക് എത്തുകയാണ്. അതുകൊണ്ട് ഈ കാണുന്ന അഗ്നിതീർത്ഥം ബീച്ചാണ്. ഇവിടെ ഇറങ്ങി കുളിച്ച് ഈറനോട് കൂടിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത്. അല്ലാതെ ഇതിനകത്ത് 22 തീർത്ഥക്കുളങ്ങളുണ്ടല്ലോ, അതിനകത്ത് കുളിച്ച് ഈ അഗ്നിതീർത്ഥത്തിലും കുളിച്ച് കഴിയുമ്പോഴാണ് പാപനാശം സംഭവിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് സകല പാപങ്ങളിൽ നിന്നും മോചനം നേടാം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങൾ. ഇത് രാമേശ്വരം ക്ഷേത്രം എന്ന് പറയുന്നത് ശരിക്കും ശ്രീരാമൻ ശിവനെ പൂജിച്ച ക്ഷേത്രമാണ്. രാമേശ്വരത്തിലെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ രാമായണമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് സംഭവങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ സാക്ഷ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഓരോരോ സ്ഥലത്ത് നമ്മളിനി അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ ബീച്ചൊന്ന് നോക്കാം. അവിടെ എന്തോ ഒരു കടൽപ്പാലം പോലെ കാണാം. ആൾക്കാരൊക്കെ കണ്ടോ കടലിലിറങ്ങി കുളിക്കുന്നതോട്. ഒത്തിരി ഫിഷിംഗ് ബോട്ട് വന്ന് കിടപ്പുണ്ട്. ഇത് അവിടെയാണ് നമുക്ക് ഇറങ്ങി കുളിക്കേണ്ടുന്നത്. തിരയില്ല, നല്ല ശാന്തമായിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കടലിൽ ഇറങ്ങാം. എന്തോ പ്രസംഗവും പ്രഭാഷണമൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. ഈ പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് വരുമ്പോൾ അങ്ങനെയല്ല, ഇവിടെയൊക്കെ ഫുൾ കച്ചടയായിട്ട് വൃത്തിഹീനമായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇപ്പം അങ്ങനെയല്ല. അതുകൊണ്ട് നമ്മുടെ ബീച്ചായിരുന്നാലും അത് പോകുന്ന വഴികളൊക്കെ ആയിരുന്നാലും എല്ലാം നല്ല വൃത്തിയാക്കി തന്നെ ഇട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരാണ് വരുന്നത് കേട്ടോ. നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരാണ് അവിടെ വരുന്നത്. ഇതിൻ്റെ ഐതിഹ്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരം ക്ഷേത്രം. ഇപ്പോൾ നമ്മൾ നടന്നതാണ്ട് അഗ്നിതീർത്ഥത്തിലേക്കുള്ള കവാടത്തിലെത്തി. നമ്മുടെ റൂമിൽ നിന്ന് തൊട്ടടുത്ത ഒരു 100-150 മീറ്റർ നടക്കാനേ ഉള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് ജൂലൈ 15, 2024 ജൂലൈ 15-നാണ്. ഞങ്ങളിവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെ നല്ല ചൂടാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതേ സമയം ഇപ്പോൾ നല്ല മഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് വീട്ടിൽ നിന്ന് വിളിച്ചപ്പോൾ പറഞ്ഞത്. ഇതാ നമ്മൾ ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ആ ഗോപുരം നമുക്കിപ്പോൾ കാണാം. ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് യൂട്യൂബേഴ്സിന് നല്ല സപ്പോർട്ടാണ് കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് ഇങ്ങോട്ട് തന്നെ സംസാരിക്കും, യൂട്യൂബറാണോ എന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഒരു സന്തോഷം കിട്ടുന്നുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ രാമേശ്വരത്ത് വരുന്നൊരു ഫീല് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും എന്നെനിക്കറിയാം. പക്ഷേ നമുക്കതൊരു സന്തോഷമായിട്ട് മാറണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് കേട്ടോ. അതൊന്ന് ചെയ്തേക്കണേ. കാണുന്നതിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സോ അല്ലെങ്കിൽ ലൈക്കോ ഒന്നും നമ്മുടെ പല വീഡിയോയ്ക്കും വരാറില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്തേക്കണേ. ഇതിന് അടുത്ത് തന്നെ താമസിക്കാൻ ഒത്തിരി ലോഡ്ജും സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും വണ്ടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ ഇവിടുത്തെ താമസത്തിനുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ദേവസ്വത്തിൻ്റെ ഒരു ഇതും കൂടെ ഗസ്റ്റ് ഹൗസും എന്തോ കൊണ്ട് ഇവിടെ ഉണ്ട്. അതിന് റേറ്റ് കുറവാണ്. പക്ഷേ നമ്മൾ രാത്രി ഓടി പെട്ടെന്ന് എത്തിയോണ്ട് അതൊന്നും നോക്കാൻ നിന്നില്ല. നമുക്ക് ഏറ്റവും നന്നായിട്ട് അവൈലബിൾ ആവുന്ന ഏതാണോ, റേറ്റിന് കിട്ടുന്ന ഏതാണോ അതങ്ങ് എടുക്കുകയാണ് ചെയ്ത്. അപ്പോൾ നമ്മൾ നടന്ന് ഫ്രണ്ടിലേക്ക് എത്തി. നമ്മുടെ റൂമിൽ നിന്നൊരു ജസ്റ്റ് ഒരു 1/2 കിലോമീറ്റർ വരില്ല, അതിനടുത്താണ് കേട്ടോ.
ഈ ക്ഷേത്രം. ഇവിടെ ടിക്കറ്റ് ഉണ്ട്, ഇതാ ഞാൻ കാണിക്കാം. ഇതാ നമ്മൾ അവിടെ നിന്ന് വരുമ്പോൾ ഇതാണ് ഫ്രണ്ടിലേക്ക് വരുന്നത്. ഇവിടെ ദർശന് വരുന്നത് 100 രൂപ 200 രൂപയൊക്കെയാണ്. അതെന്താണെന്ന് മനസ്സിലായില്ല. 100 രൂപ ടിക്കറ്റ് 200 രൂപ ടിക്കറ്റും ഉണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു തിരക്കുണ്ടെങ്കിലേ നമുക്ക് സ്പെഷ്യലായിട്ട് പാസ് എടുത്ത് തിരക്കൊഴിവാക്കി പോയി കാണാമെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഇത് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന വഴി, ഇത് താണ്ട് നമ്മുടെ ക്ഷേത്രത്തിനകത്തേക്ക് പോകുന്ന വഴി. ഇവിടുന്ന് റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മുടെ ഹോളി വെൽസ്, ആ നമ്മുടെ തീർത്ഥക്കുളങ്ങളുണ്ടല്ലോ, അത് ഇവിടെ നിന്ന് നോർത്തിലേക്ക് പോകണം. നോർത്ത് ഗേറ്റിലേക്കാണ്. അതായത് ആ വന്ന വഴിയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് നടന്നു കഴിഞ്ഞാൽ നോർത്ത് ഗേറ്റിലേക്ക് പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ എവിടെയാണോ എന്തോ, വലിയ തിരക്കൊന്നും ഇപ്പോൾ കാണുന്നില്ല. അവർ കുളിച്ചിറങ്ങിയോ പ്രാർത്ഥിച്ച് കഴിഞ്ഞോ ഒന്നും അറിയാൻ വയ്യ. എനിക്കെന്തോ ഈ ക്ഷേത്രങ്ങൾ വന്നിങ്ങനെ കാണുമ്പോഴും അത് ഷൂട്ട് ചെയ്യുമ്പോഴും അവിടെ പോകുമ്പോഴൊക്കെ ഒരു പ്രത്യേക ഫീലാണ് കിട്ടുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ടും ക്ഷേത്രങ്ങൾ സഞ്ചരിച്ച് വീഡിയോ ചെയ്യുന്നതും ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നതും അതിനോടൊപ്പമുള്ള സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യുന്നതും. നോക്കിയാൽ ഞാൻ തൊപ്പിയൊക്കെ വെച്ച് ഗ്ലാസ്സൊക്കെ വെച്ച് വേറെ രൂപത്തിലെ കാര്യം, നല്ല വെയിലുണ്ട്, ചൂടുണ്ട്. അപ്പോൾ തൊപ്പി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മൾ റൂമിൽ എ സി ആയിരുന്നു, എ സി തണുപ്പത്തിരുന്നിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ നല്ല ചൂട്. ഇതാ കേട്ടോ നോർത്ത് കാർ സ്ട്രീറ്റ്. അപ്പോൾ നോർത്ത് ഗേറ്റ് ഇതിന് അങ്ങേ അറ്റത്തായിരിക്കും. വലതുവശത്തും മണ്ടി സ്ട്രീറ്റ്. നമുക്ക് അവിടെ ഗോപുരം കാണാം, അതാണ് നോർത്ത് ഗേറ്റ് കേട്ടോ. ഇന്ന് നല്ല തിരക്ക് കുറവാണ് കേട്ടോ. മുമ്പൊക്കെ വരുമ്പോൾ ഇതിനകത്തൊക്കെ ഇങ്ങനെ ഫുള്ള് ക്യൂ ആയിരുന്നു ആൾക്കാർ കാണാൻ. എന്താണെന്നറിയില്ല. ഇന്നിപ്പോൾ തിങ്കളാഴ്ച അല്ലേ ശിവക്ഷേത്രത്തിൽ സാധാരണ തിരക്ക് കൂടേണ്ടെന്ന്. അറിയില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തേക്കും. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാത്തത് കൊണ്ട് തന്നെ ഞാൻ പറയുന്നതിൽ തെറ്റ് സംഭവിക്കുക, അതൊന്ന് തിരുത്തി തരിക, കമൻറ്റിലൂടെ തിരുത്തി തരിക. ഇതാ കേട്ടോ അടുത്ത ഗേറ്റ്. ഇത് തന്നെ നോർത്ത് ഗേറ്റ്, തീർത്ഥക്കുളത്തിലേക്ക് പോകുന്നത് ഇതാണല്ലേ. അപ്പോൾ ഈ ഗേറ്റ് വഴി അകത്തേക്ക് പോയാണ് 22 തീർത്ഥക്കുളങ്ങളല്ലേ, 22. അപ്പോൾ കടലിൽ കുളിക്കുന്നത്, കടലിൽ മുങ്ങിയിട്ട് ഇവിടെ വരണം അല്ലേ? അതെ, അങ്ങനെയാണ് കേട്ടോ. കടലിൽ മുങ്ങിക്കഴിഞ്ഞിട്ട് ഇതിലേ നടന്ന് ഇവിടെ വന്ന് ഈ തീർത്ഥക്കുളങ്ങളിൽ കുളിച്ച് കഴിഞ്ഞിട്ട് തൊഴുക അല്ലേ. താങ്ക് യു അണ്ണേ. അകത്തോട്ട് നമ്മളിപ്പോൾ പോകുന്നില്ല. ഇവിടെ തീർത്ഥത്തിൽ കുളിക്കണമെങ്കിൽ 25 രൂപയാണ് ജനറലിന് ടിക്കറ്റ്. അല്ലെങ്കിൽ 250 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവർ സ്പെഷ്യലായിട്ട് നമ്മളെ കൊണ്ടുപോയി കുളിപ്പിച്ച് കന്നാസിൽ വെള്ളവും നിറച്ച് തന്നു വിടും. അപ്പോൾ ഇന്നിപ്പോൾ തിരക്കില്ല. തിരക്കുണ്ടെങ്കിൽ ഈ 250 രൂപ കൊടുത്താണ് പലരും ഈ തീർത്ഥക്കുളിക്ക് വേണ്ടി പോകുന്നത്. ജനറലായിട്ടാണെങ്കിൽ 25 രൂപ. ഇവിടെ വന്നിട്ട് കടലിൽ മുങ്ങിയതിന് ശേഷം വേണം ബാക്കിയുള്ള തീർത്ഥങ്ങളിൽ കുളിക്കാനായിട്ട്. അത് കുളിച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് തൊഴുവാൻ. എനിക്ക് രാമേശ്വരത്തേക്ക് വരാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിന് പ്രത്യേകിച്ചുള്ള കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് ധനുഷ്കോടി പോവാം. ധനുഷ്കോടി എനിക്ക് എത്ര കണ്ടാലും മടുക്കാത്തൊരു സ്ഥലമാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷം മുമ്പ് ധനുഷ്കോടി പോയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും ധനുഷ്കോടി അങ്ങനെയൊന്നും അല്ലായിരുന്നു. നമുക്ക് ഈ അരിച്ചൽ മുഴുമ്പ് പോകണമെങ്കിൽ 4 വീല് ജീപ്പൊക്കെ എടുത്തിട്ട് വേണം പോകേണ്ടിയിരുന്നത്. പക്ഷെ അന്നായിരുന്നു രസം. ഇപ്പോഴതിൻ്റെ ഭംഗി പോയി. നമുക്ക് വണ്ടി ഓടിച്ച് നേരെ ഡയറക്റ്റ് അങ്ങ് ചെല്ലാം. അപ്പോൾ ഈ ധനുഷ്കോടി പോകുന്നത് കൊണ്ടാണ് നമുക്ക് വീണ്ടും 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 വരാനുള്ളൊരു ആഗ്രഹം തോന്നുന്നു. നമുക്ക് ധനുഷ്കോടി കാണാൻ പോകണം. ഇതിപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണട്ടെ, എന്നിട്ട് ഞാൻ പറയാം എന്താണെന്നുള്ളത്. ആ നോർത്ത് ഗേറ്റിലുള്ള റോഡ് നേരെ വന്ന് തീരുമ്പോൾ ശ്രീരാമകൃഷ്ണ മഠം അതിന് മുന്നിൽ വന്നാൽ തീരുന്നത്. ഇതിലേ വണ്ടി പോകും കേട്ടോ. ഇതിനകത്തോട്ടൊന്നും വണ്ടി വിടത്തില്ല. ഇതാ അവിടെ ബോർഡ് കാണാം, പാർക്കിംഗ് ഏരിയ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടേ. ഇതിനകത്തേക്ക് ബ്ലോക്ക് ചെയ്തേക്കുക, വണ്ടി വിടത്തില്ല. ഇതിലേ വണ്ടി വരും. ഇത് മറ്റൊരു കവാടമാണ് കേട്ടോ. അതിലെ അകത്തേക്ക് കയറാൻ പറ്റുമെന്നുള്ള അറിയില്ല. ഗോപുരമൊക്കെ കാണാൻ നമുക്ക് പോയി നോക്കാം. ഈ കടകൾ നോക്കിയേ, പണ്ട് നമ്മുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്ന പോലെയുള്ള അറക്കടകൾ പോലെ ഇങ്ങനെ മടക്കി മടക്കി വയ്ക്കുന്ന കഥകളൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകൾ. നോക്കി എന്താ രസമെന്ന് നോക്കിയേ. നല്ല അടിപൊളി ഒരു സ്ട്രീറ്റ് അല്ലേ. അത്യാവശ്യം നീറ്റാണ് കേട്ടോ, അത് സമ്മതിക്കണം. മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു. മുമ്പ് ഇതിലേക്ക് നടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ട്. ചെരുപ്പ് വയ്ക്കാനുള്ള ഏരിയ കേട്ടോ ഇതിലെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ. ഇതും ഒരു പ്രവേശന കവാടം തന്നെയാണ്. ഇതിലേ അകത്തേക്ക് പോകാം. ഇതാണ് നമ്മുടെ മെയിൻ റോഡ് കേട്ടോ. രാമേശ്വരത്ത് വന്നിട്ട് ക്ഷേത്രത്തിലേക്ക് വരുന്ന മെയിൻ റോഡ് വന്നു ചേരുന്ന ഇവിടെയാണ്. മുമ്പ് നമ്മൾ ഇവിടെ എവിടെയാണ് താമസിച്ചിരുന്നത്. കോവിലിനകത്തേക്ക് ആൾക്കാർ പോകുന്നത് നമുക്കിവിടെ നിന്ന് കാണാം.
നമുക്ക് ഈ വഴിയെ തന്നെ ഒരു റൗണ്ട് കറങ്ങി വരാം. എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ നടന്നൊരു വലയം വെച്ച് കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് വെളിയിൽ കൂടെ ഈ ക്ഷേത്രത്തിനൊരു വലയം വെക്കാൻ പറ്റും കേട്ടോ. ഈ റോഡ് ഇങ്ങനെ സർക്കിൾ ചെയ്ത് ചുറ്റി കിടപ്പുണ്ടാവും. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേ ഒത്തിരി സാധനങ്ങളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ ഷോപ്പുകളാണ്. നമ്മുടെ ആ ക്ഷേത്രങ്ങളിലൊക്കെ വരുമ്പോൾ കിട്ടുന്ന മാലയും കമ്മലും പിന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടവും പിന്നെ ഫാൻസി ഐറ്റംസൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കിട്ടുന്നതാണ്. ഇതെന്താ മഹാവീർ രാജസ്ഥാൻ ഭോജനാലയ. രാജസ്ഥാൻ ഭോജനാലയ ഒരെണ്ണം ഉണ്ട്. റൊട്ടിയും ചപ്പാത്തിയൊക്കെ കാണാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നമുക്ക് കഴിക്കണം. ശ്രീ പഞ്ചാബി ധാബ. ഇങ്ങോട്ട് വരുമ്പോൾ റെസ്റ്റോറൻറ്റുകൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഹായ്, ആൾക്കാർ നല്ല സപ്പോർട്ടീവാണ്. മുന്നത്തെ പോലെയല്ല. മുന്നേ ആണെങ്കിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തോന്ന് പറഞ്ഞ് കൗതുകത്തോടെ നോക്കും. നമുക്കിങ്ങനെ സംസാരിച്ച് നടന്നു പോയി വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ഷൈ വരുമായിരുന്നു. ഇപ്പോൾ അതില്ല. ഹോട്ടൽ പാണ്ഡ്യാസ്, അതൊരു വലിയ ഹോട്ടലാണ്. ഫുഡ് കഴിക്കാനായിട്ട് ഇവിടെ വരാൻ കേട്ടോ. ഇവിടെ ഒത്തിരി ഫുഡ് കഴിക്കാനുള്ള നല്ല റെസ്റ്റോറൻറ്റുകൾ കാണുന്നുണ്ട്. ഐലൻഡ് സ്റ്റാർ. ഇപ്പോൾ നമ്മൾ വീണ്ടും കറങ്ങി റൗണ്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നടന്നു പോകാം. അങ്ങോട്ട് പോകുമ്പോൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ കടൽ തന്നെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ക്ഷേത്രത്തിൻ്റെ ആ സൈഡിലേക്ക് നമ്മൾ കയറി വന്ന് ആ സൈഡിലേക്ക് എത്തണമല്ലോ. നമ്മൾ അടുത്ത ഗോപുരം എത്തി കേട്ടോ. ഇപ്പോൾ 1, 2, 3, 4ാമത്തെ ഗോപുരം. ഇതിലെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഇതാ കേട്ടോ അടുത്ത ഗേറ്റ്. സൗത്ത് വേ ആണ് ഇത്. അപ്പോൾ നമുക്ക് ഈ എല്ലാ വഴി കൂടെ അകത്ത് കയറാമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷേ ഇത് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, തീർത്ഥം ബാത്തിങ് യൂസ് നോർത്ത് വേ. നോർത്ത് വഴി കൂടെ കയറിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ തീർത്ഥം ഇതിൽ പോകാനും ഈ 22 തീർത്ഥക്കുളങ്ങളിൽ കുളിക്കാനും പറ്റുള്ളൂ. ആൾക്കാർ ഫോട്ടോ എടുക്കുന്നു. എങ്ങനെയുണ്ട്? ഞാൻ നിങ്ങളെ രാമേശ്വരത്ത് കൊണ്ടുവന്ന് 4 ഗേറ്റുകൾ വഴി രാമേശ്വരം ക്ഷേത്രത്തിനകത്തേക്ക് കയറാനുള്ള കാഴ്ചകൾ, കയറുന്നത് എങ്ങനെയെന്നും ഇവിടെ വന്ന് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഇത്രയും സമയം കൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് കയറി വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മൊബൈൽ അലൗഡ് അല്ല. അഥവാ ഇനി കയറി കഴിഞ്ഞാലും ഷൂട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. കാര്യം നമുക്ക് പറഞ്ഞു തരാം. അതിനകത്ത് കയറി ആ ഭക്തിയും അവിടുത്തെ എന്താണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പുണ്യമൊക്കെ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടതല്ലേ. അത് നമ്മൾ വീഡിയോയിലൂടെ ഇട്ട് കാണിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത. പല സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് വിഗ്രഹങ്ങളുടെ അടുത്ത് വരെ പോയി ഷൂട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും അത് ഷൂട്ട് ചെയ്യാത്തതിൻ്റെ കാര്യം എനിക്ക് അങ്ങനെ ഒരു തോട്ടുള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ കറങ്ങി തിരിഞ്ഞ് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ആദ്യം വന്ന ആ സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നേരത്തെ ഓർമ്മയില്ലേ, നമ്മൾ ദാണ്ടെ അങ്ങ് വന്നിട്ട് അവിടെ നിന്നാണ് റൈറ്റിലേക്ക് തിരിഞ്ഞ് അങ്ങ് പോയത്. ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലൂടെയുള്ള വഴി അകത്തേക്കൊന്ന്. ഇവിടെ ഇങ്ങനെ ഇത് ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട് നടക്കാൻ. നല്ല വെയിലുണ്ട് കേട്ടോ. ഓ, നമ്മുടെ പ്രാർത്ഥിക്കാൻ പോയ സുഹൃത്തുക്കളല്ലേ. ഇതെന്താ കന്നാസൊക്കെ ആയിട്ട്? തീർത്തോ? 22 കിണറ്റിലെ വെള്ളം കോരി നമുക്ക് എങ്ങനെ തരും? അതേ നമ്മൾ ശേഖരിക്കണോ? ആ, അത് ശരിയാ. എങ്ങനെ ഉണ്ടായിരുന്നു 22 തീർത്ഥത്തിൽ നിന്ന് കുളിച്ചാ? നനഞ്ഞില്ലല്ലോ. ക്യൂ ഉണ്ടായിരുന്നല്ലേ അതിനകത്ത്? എങ്ങനെയുണ്ടായിരുന്നു അനുഭൂതി? ഞാൻ ഈ ചുറ്റിനുള്ള 4 ഗേറ്റിലും പോയി കണ്ട് പുറത്തു കൂടെ കംപ്ലീറ്റ് നടന്ന് വീഡിയോ ഒക്കെ എടുത്ത്. ഇത് കടലിലിറങ്ങി കുളിച്ചാ? കടലിൽ കുളിച്ചിട്ടല്ലേ പോകേണ്ടെന്ന് ആദ്യം? അങ്ങനെയാണ്. അഗ്നി തീർത്ഥത്തിൽ ആദ്യം കുളിച്ചതിന് ശേഷം ഇതിനകത്ത് 22 തീർത്ഥവും കുളിക്കണം. അപ്പോൾ നിങ്ങൾ ഇനി ഒരു കാര്യം ചെയ്യും, കടലിൽ കുളിച്ചിട്ട് വാ. അത് വൈകുന്നേരം വന്ന് കുളി. എന്താ ചേട്ടാ? വേണ്ട. ഇത് കണ്ടോ ശംഖ്. ഇവിടുത്തെ ഒരു പ്രധാന സംഭവമാണ് കേട്ടോ. ഇവിടെ വന്നാൽ എങ്ങനത്തെ ശംഖ് വാങ്ങിക്കാൻ പറ്റും. ഇതാണ് അഗ്നി തീർത്ഥം കേട്ടോ. ഇവിടെയാണ് അസ്ഥി നിമഞ്ജനം ചെയ്യാനും ബലിയിടാനൊക്കെ ആയിട്ട് വരുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങാം. അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാൻ പറ്റും. അവിടെ ഇറങ്ങി കുളിക്കുകയൊക്കെ ചെയ്യാം. എന്താ കണ്ടോ, തിര കുറവാണ്. നല്ല ശാന്തമായി കിടക്കുന്ന സമുദ്രമാണ് അത് അങ്ങനെ കിടക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ളൊരു കടലിടുക്കാണ്. പാക് സ്ട്രൈറ്റ് എന്ന് പറയുന്ന കടലിടുക്കിൻ്റെ ഒരു ഭാഗമാണ് ഇവിടെ വന്ന് കയറിയിരിക്കുന്നത്. രാമായണത്തിലൂടെ പറയുന്നത് പ്രകാരം സീതയെ ലങ്കയിലേക്ക് രാവണൻ തട്ടിക്കൊണ്ട് പോയല്ലോ. അപ്പോൾ സീതയെ രക്ഷിക്കുന്നതിന് വേണ്ടി ശ്രീരാമൻ ഇവിടെ രാമേശ്വരത്തേക്ക് എത്തിയ. രാമേശ്വരം എന്ന് പറയുന്നത് തമിഴ്നാട്ടിലുള്ളൊരു ഐലൻഡാണ് കേട്ടോ.
ഇന്ത്യയുടെ ഒരു വാല് പോലെ മുറിഞ്ഞിടക്കുന്ന ഒരു ഐലൻഡാണ്. ഈ രാമേശ്വരവും മെയിൻലാൻഡുമായിട്ട് ബന്ധിപ്പിക്കുന്നത് പാമ്പം പാലത്തിലൂടെയാണ്. പാമ്പം പാലത്തിലൂടെ നമ്മൾ രാത്രിയിലാണ് വന്നത്, അതുകൊണ്ട് അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിങ്ങളെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം കാണിക്കും. അപ്പോൾ രാമേശ്വരത്തേക്ക് വരിക, ഇവിടെ ശിവലിംഗം വെച്ചിട്ട് ശിവനെ പൂജിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ആ ഒരു ശിവലിംഗമാണല്ലേ, ആ ഒരു ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീരാമൻ ഹനുമാനും പിന്നെ മറ്റ് വാനരസേനകളുമായിട്ട് ലങ്കയിലേക്ക് പോകാനുള്ള രാമസേതു നിർമ്മിച്ചത്. അതും നമുക്ക് പോയി കാണാം. പിന്നെ ഇവിടെ ശ്രീരാമനുമായിട്ട് ബന്ധപ്പെട്ട് രാമായണമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഇനി കാണാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ ഞാൻ അതെല്ലാം കാണിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ പോയി ഫുഡ് കഴിക്കട്ടെ, ബാക്കി കാര്യങ്ങൾ ചെയ്യട്ടെ. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ പറഞ്ഞേക്ക് നമ്മുടെ തൊഴുത് നിർവൃതി അടഞ്ഞ നമ്മുടെ സുഹൃത്തുക്കൾ.